അസ്സാം വലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെള്ളിയാഴ്ചയാണ് ഞാൻ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ വേറെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു ടൗണിൽ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ പള്ളിയിലേക്ക് പോകണം. അപ്പോൾ അതിനു മുമ്പ് ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു കമൻറ്റുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കമൻറ്റ് കേസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സംബന്ധമായിട്ടുള്ള ഒന്ന് രണ്ട് കേസുകളോട് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ലൈഫ്, ഞാൻ ജീവിച്ചു വന്ന സാഹചര്യം, ഞാനിനി ജീവിക്കുന്ന സാഹചര്യം, ഇതിന് മുമ്പ് എനിക്കുണ്ടായിരുന്ന സാഹചര്യങ്ങളൊക്കെ വളരെ മോശമായിട്ടുള്ള സാഹചര്യങ്ങളായിരുന്നു. കാരണം ജനിച്ച സമയം തൊട്ടേ എന്താ പറയുക, ഒരു നല്ലൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടോ കാര്യങ്ങളോ ഞങ്ങൾക്കില്ല. ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, പക്ഷെ എന്നാലും സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് നല്ലൊരു അടിത്തറയോ കാര്യങ്ങളോ ഞങ്ങൾക്കില്ല. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ മുതൽ 15 വയസ്സ് മുതൽ അധ്വാനിച്ച് തന്നെയാണ് ഞാൻ എൻ്റെ കുടുംബം നോക്കുന്നത്. അധ്വാനിച്ച് തന്നെയാണ്. യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിൻ്റെ മുമ്പ്, യൂട്യൂബ് ചാനലുള്ള സമയത്തും ഒക്കെ ഞാൻ അധ്വാനിച്ച് തന്നെയാണ് ജീവിക്കുന്നത്. അതിൽ ആർക്കും ഒരു സംശയം വേണ്ട. കാരണം ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ചിലവർ എന്നോട് പറയുന്നുണ്ട്, ഇങ്ങനെ അധ്വാനിച്ച് ജീവിച്ചൂടെ, അധ്വാനിച്ച് ജോലി ചെയ്ത് ജീവിച്ചൂടെ, അല്ലാതെ എന്തെങ്കിലും ചെയ്ത് ജീവിച്ചൂടെ, അല്ലാതെ ഈ ചാനലിൽ ഇങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ട് ജീവിക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ജോലി ചെയ്തിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. എനിക്കൊരു ദിവസം 1000 രൂപ കൂലി കിട്ടുന്നുണ്ട്. 1000 രൂപ, 1200 രൂപ കൂലി കിട്ടുന്ന ദിവസങ്ങളും ഉണ്ട്. അപ്പോൾ ഇത് എനിക്ക് എൻ്റെ അടവുകളും കാര്യങ്ങളൊക്കെ അടഞ്ഞു പോകുന്നതും, എൻ്റെ വീട്ടിലെ ചിലവുകൾ കാര്യങ്ങൾ നടന്നു പോകുന്നതും, ബാക്കിയുള്ള കാര്യങ്ങൾ നടന്നു പോകുന്നതും ഒക്കെ ഞാൻ ജോലി ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ ഈ യൂട്യൂബ് ചാനലിൽ നിന്നൊരു വരുമാനം എനിക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ചിലവാക്കുന്നത് മെയിനായിട്ട്. ഇപ്പോൾ ഈ കൂടാതെ തന്നെ നമുക്ക് ഒരുപാട് അടവുകളും കാര്യങ്ങളും നിലവിൽ എനിക്കുണ്ട്. ഒരുപാട് അടവുകളുണ്ട്. എനിക്ക് 3-4 കുറിയുണ്ട്. കല്യാണത്തിൻ്റെ കുറി വേറെ ഉണ്ട്. ഇപ്പോൾ ആ കല്യാണത്തിൻ്റെ കുറിൻ്റെ ക്യാഷ് ഇപ്പോൾ ഇന്നലെയാണ് ഞാൻ അയച്ചു കൊടുത്തത്. ഇന്നലെയാണ് 5000 രൂപ ഞാൻ അയച്ചു കൊടുത്തത്. അത് കൂടാണ്ട് എനിക്ക് ഒരുപാട് കുറികളുണ്ട്. മാസം ഒരു 24 രൂപയോളം എനിക്കൊരു മാസം അടവുകളുണ്ട്. അപ്പോൾ ഈ അടവുകളും ചെലവുകളൊക്കെ കഴിഞ്ഞു പോയതിന് ശേഷം തുച്ഛമായിട്ട് കിട്ടുന്ന ഈ ചാനലിൽ നിന്നും കിട്ടുന്ന, അതായത് 100 സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ 6900 രൂപയാണ്. 100 അതായത് $100 വന്നിട്ടുണ്ടെങ്കിൽ, സബ്സ്ക്രൈബേഴ്സ് അല്ല, $100 വന്നിട്ടുണ്ടെങ്കിൽ വെറും 6000 ചില്ലറ രൂപയാണ് നമുക്ക് കിട്ടുക. ഒരു മാസം $100 ആവുക എന്ന് പറയുന്നത് തന്നെ വലിയ കഷ്ടമുള്ള കാര്യമാണ്. കാരണം ഒരു ദിവസം നമ്മൾ മിനിമം 2 വീഡിയോ എങ്കിലും 30K ആയാലാണ് $1 കയറുള്ളൂ. $1 കയറുള്ളൂ. അപ്പോൾ അത്രയും നമ്മൾ എഫേർട്ട് എടുത്ത്, അത്രയും നമ്മൾ കഷ്ടപ്പെട്ട് ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടാണ് ഈ $100 നമ്മൾ ആക്കിയെടുക്കുന്നത്. ഇതിൽ നിന്ന് ഈ കിട്ടുന്ന ഈ വരുമാനം നമ്മൾ മെയിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് എൻ്റെ വൈഫിന് വേണ്ട മരുന്ന് കാര്യങ്ങൾ, അവൾക്ക് മാസം വേണ്ട ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ, അതൊക്കെയാണ് ഇതിൽ നടന്നു പോകുന്നത്. അല്ലാതെ ഈ ക്യാഷ് എടുത്ത് ഞാൻ എൻ്റെ ബാക്കിയുള്ള ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്കോ ഒന്നും ഞാൻ ഉപയോഗിക്കാറില്ല. അത് എൻ്റെ വൈഫിനും നന്നായിട്ട് അറിയാം, അത് അവളുടെ വീട്ടുകാർക്കും നന്നായിട്ട് അറിയാം. പക്ഷെ എന്നിരുന്നാലും ചില ആളുകൾ പറയപ്പെടുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ വിറ്റ് പണം ഉണ്ടാക്കി വിൽപ്പന എന്ന് പറയുന്നുണ്ട്. അത് ഏത് രീതിയിലാണ് വിൽപ്പന? ഇന്ന് പറയാനൊരു കാരണം കേട്ടോ. കാരണം ഇന്ന് രാവിലെ ഞാനൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ഒരാളുടെ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. പേരും കാര്യങ്ങളൊന്നും പറയുന്നില്ല. കമൻറ്റ് കണ്ടത് കൊണ്ട് മാത്രമല്ല കേട്ടോ, ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളോട് ഓർമ്മിപ്പിക്കാൻ കൂടിയിട്ടാണ് വന്നത്. കമൻറ്റ് കണ്ടിട്ടില്ല. പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കല്യാണം കഴിച്ചു കൊണ്ടിരുന്ന ഭാര്യയെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് പണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് വിൽപ്പനയല്ലാതെ പിന്നെ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കാം. നമുക്കിപ്പോൾ ഒരുപാട് യൂട്യൂബ് ചാനലുകൾ നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട്. അതിൽ ഒരുപാട് മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകളുണ്ട്, താഴ്ന്നു നിൽക്കുന്ന ആളുകളുണ്ട്, ഞങ്ങളെപ്പോലെ ഏറ്റവും ലോ ആയിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അതിനേക്കാളും 10 ലക്ഷം, 20 ലക്ഷം, 30 ലക്ഷം സബ്സ്ക്രൈബേഴ്സുള്ള ആളുകളുണ്ട്. അവരൊക്കെ ചെയ്യുന്ന പോലെ പോലും ഞങ്ങൾ ചെയ്യുന്നില്ല. അത്ര പോലും ഞങ്ങൾ ചെയ്യുന്നില്ല. ഞാൻ ചെയ്യുന്നത് എൻ്റെ ഭാര്യയ്ക്ക്, അവൾക്ക് സമ്മതത്തോടു കൂടി, അവളുടെ ഇഷ്ടത്തോടു കൂടി ചാനലിൽ കണ്ടന്റ് ചെയ്യുന്നു. അവൾക്ക് താല്പര്യമുള്ള കണ്ടന്റുകൾ അവൾ ചെയ്യുന്നു, എനിക്ക് താല്പര്യമുള്ള കണ്ടന്റുകൾ ഞാൻ ചെയ്യുന്നു. ഞങ്ങൾ ഒരുമിച്ചുള്ള കണ്ടന്റുകൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും താല്പര്യമുള്ള രീതിയിൽ ചെയ്യുന്നു. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് വിൽപ്പനയാവുന്നത്? എവിടെയാണ് ഞങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുള്ളത്? എവിടെയാണ് ഇവിടെ പ്രദർശനം നടക്കുന്നത് എന്നുള്ളതാണ് എനിക്കിപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യം. അതാണ് എനിക്കിപ്പോഴും ജെനുവനായിട്ട് അതിൻ്റെ ഒരു കറക്റ്റ് എന്താണ്, ആ പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കാഴ്ച വയ്ക്കുക എന്ന് പറയുന്നത്
കാഴ്ചവെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ശരീരം കാഴ്ചവെക്കലിനെ കുറിച്ചായിരിക്കണം പറഞ്ഞിട്ടുണ്ടാകുക. വിൽപ്പന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതും ഒരു ശരീരം വിൽപ്പനയെ കുറിച്ചായിരിക്കും പറഞ്ഞിട്ടുണ്ടാവില്ല. ഇതിൽ എവിടെയാണ് ഞാനൊരു വിൽപ്പന നടത്തിയിട്ടുള്ളത്? ഇതിലെവിടെയാണ് ഞങ്ങൾ വിറ്റിട്ടുള്ളത്? ഇവിടെ എവിടെയാണ് ശരീര പ്രദർശനം നടക്കുന്നത്? അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഉദ്ദേശിക്കുന്നത്? നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഒരുപാടുണ്ട് കേട്ടോ. ഒരുപാട് ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ കമൻറ്റും ഞാൻ എൻ്റെ ഇതിൽ വെച്ചിട്ടില്ല, ഞാൻ സ്പോട്ടിൽ തന്നെ റിമൂവ് ചെയ്ത് കളയാണ് ചെയ്തത്. അപ്പോൾ പറയുന്ന ആളുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾ കമൻറ്റ്, നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾക്ക് കമൻറ്റ് ചെയ്യാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. കാരണം പബ്ലിഷ് ആയിട്ട് ചെയ്യുന്ന വീഡിയോൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യാനുള്ള പൂർണ്ണ ഇത് നിങ്ങൾക്കുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യും വേണം, തീർച്ചയായിട്ടും ചെയ്യണം. കാരണം ഒരു കമൻറ്റ് നിങ്ങൾ ചെയ്താലാണ് ആ വീഡിയോയിൽ നമുക്ക് ആ കമൻറ്റ് കണ്ടതിന് ശേഷം വേണം അതിലെന്തെങ്കിലും മോശം ഉണ്ടെങ്കിൽ അത് നമുക്ക് നന്നാക്കി എടുക്കാൻ. അപ്പോൾ അങ്ങനെയുള്ള കമൻറ്റുകളാണ് നമ്മൾ പ്രതീക്ഷിക്കുക. അപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ആ വീഡിയോൻ്റെ താഴെ വന്ന് ഇവൻ ഇങ്ങനെയാണ്, അവൻ അങ്ങനെയാണ്, അവൾ ഇങ്ങനെയാണ്, ഇവൻ ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ പറയുന്ന സമയത്ത് അത് നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം നമ്മൾ വിൽപ്പന എങ്ങനെയാണ്, ഞാൻ അതാണ് ചോദിക്കുന്നത്, എങ്ങനെയാണ് ഇതൊരു വിൽപ്പനയാവുന്നത്? അങ്ങനെയാണെങ്കിൽ മറ്റുള്ള ചാനലുകളിലുള്ള വിൽപ്പന എന്താ വിൽപ്പനയല്ലേ? ഇനിയിപ്പോൾ ഒരു ന്യൂസ് ചാനലിൽ ഒരു സ്ത്രീ, ന്യൂസ് ചാനലിൽ ഒരു മുസ്ലിം സ്ത്രീ ആയാലും ഒരു അന്യമതസ്ഥയായുള്ള ഒരു സ്ത്രീ ആയാലും ഒരു ചാനൽ, ഒരു ന്യൂസ് ചാനലിൽ വന്ന് അവരുടെ റിപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് അവരുടെ ഫേസും അവരുടെ മുഖവും അവരുടെ ശരീരവും കാണിച്ചുകൊണ്ട്, ഡ്രസ്സ് ഇട്ടിട്ടുള്ള ശരീരം കാണിച്ചുകൊണ്ട് ചെയ്യുന്നത് അത് ഒരു വിൽപ്പനയാണോ? അതും സമൂഹ മാധ്യമങ്ങളിലാണല്ലോ കാണുന്നത്. സിനിമയിൽ അഭിനയിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്, സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അവർ ചെയ്യുന്നത് വിൽപ്പനയാണോ? അവർ ചെയ്യുന്നത് ഒരു വിൽപ്പനയായിട്ടാണോ നമ്മൾ കാണുന്നത്? അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത്. അതെങ്ങനെയാണ് നമ്മൾ ഈ ചെയ്യുന്ന കാര്യം എങ്ങനെയാണ് ഒരു വിൽപ്പനയായി മാറുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആരും തെറ്റിദ്ധരിക്കരുത്, ആരും എന്നെ മോശമായിട്ട് കാണണ്ട. ഞാൻ എൻ്റെ മനസ്സിലുള്ള വിഷമം കാരണം എനിക്കിത് പറയാതിരിക്കാൻ തോന്നുന്നില്ല. കാരണം നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളെക്കുറിച്ച്, നമ്മൾ അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്ന കേൾക്കുമ്പോൾ ജെന്യുവനായിട്ടുള്ള കാര്യങ്ങൾ നമുക്കത് അംഗീകരിക്കാൻ കഴിയും, ഉറപ്പായിട്ട് അംഗീകരിക്കാൻ കഴിയും. പക്ഷെ അല്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് മനസ്സുകൊണ്ട് പോലും അംഗീകരിക്കാൻ കഴിയില്ല. അപ്പോൾ ഇത് ശരിക്കും ഒരു തെറ്റായിട്ടുള്ളൊരു പ്രസ്താവനയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് സ്വാഭാവികമായിട്ടും മറ്റുള്ളവരുടെ എന്താ പറയുക, കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, അവരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് പറയുക, അവരെക്കുറിച്ച് മോശമായിട്ടുള്ള കാര്യങ്ങൾ എഴുതി വിടുക. അപ്പോൾ അതൊക്കെ ശരിക്കും മോശമായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മളെക്കുറിച്ച് ഒന്നും അറിയാതെ നമ്മൾ ഈ 10 സെക്കൻഡ് അല്ലെങ്കിൽ 20 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൂട്ടാം, ഒരു മണിക്കൂർ വരെയുള്ള വീഡിയോ ഒക്കെ കണ്ടിട്ട് ആ വീഡിയോയിലുള്ള സാഹചര്യങ്ങളാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ നേരിട്ട് കണ്ട് ഞങ്ങൾ മനസ്സിലാക്കിയ സാഹചര്യങ്ങളിലുള്ളവർക്ക് മാത്രമാണ് ഞങ്ങളെക്കുറിച്ച് അറിയുള്ളൂ. അപ്പോൾ ജെന്യുവനായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം എഴുതി അയക്കുന്നതിൻ്റെ മുമ്പ് അതെന്താണ് അതിൻ്റെ ജെന്യുവനായിട്ടുള്ള കാര്യങ്ങൾ, എന്തെങ്കിലും അതിലുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം അയക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ മുസ്ലിംസ്, അതായത് മുസ്ലിംസ് എന്നല്ല ഏതൊരു മതസ്ഥരായാലും അവർ പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ മറ്റുള്ളവരെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് എന്ത് കാര്യം ചെയ്താലും ഒരിക്കലും അതിലൊരു ബർക്കത്തോ കാര്യങ്ങളോ ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല. അതെല്ലാവരും മനസ്സിലാക്കുക. എൻ്റെ കാര്യം ഇങ്ങനെയാണ്. ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത് ഞങ്ങൾക്ക് വേണ്ട മാസത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യം വരുന്ന സമയത്ത് അതിൽ നിന്നൊരു കിട്ടുന്ന ആ ഒരു വരുമാനം അതിലേക്ക് യൂസ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം തന്നെയാണ്. അല്ലെങ്കിൽ ഇതിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ 7,000-8,000 രൂപയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ക്യാഷ് വന്നത് 2 ലക്ഷത്തിൻ്റെ അടുത്താണ് കിട്ടിയിട്ടുള്ളൂ. 2.5 ലക്ഷത്തിൻ്റെ അടുത്ത്, 2 ലക്ഷത്തിന് 2.5 അടുത്താണ് ഇതുവരെ ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ. ആ ക്യാഷുകൾ ഫുള്ളും ഞങ്ങൾ ചിലവാക്കിയിട്ടുള്ളത് ഹോസ്പിറ്റൽ കേസും മറ്റുള്ള കേസുകളും അതുപോലുള്ള കേസുകളാണ്. ഒരടവടക്കാനോ അല്ലെങ്കിൽ എൻ്റെ വണ്ടിയുടെ ലോണ് ക്ലോസ് ചെയ്യാനോ അല്ലെങ്കിൽ എൻ്റെ ഫോണിൻ്റെ അടവുകൾ അടയ്ക്കാനോ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് ചെലവിനോ ഇതുവരെ ഇതിൽ നിന്ന് 1 രൂപ പോലും എടുത്തിട്ട് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് എനിക്ക് പൂർണ്ണമായിട്ട് പറയാൻ കഴിയും. ഉപയോഗിക്കുന്നതിനും പ്രശ്നമൊന്നുമില്ല, കാരണം നമ്മൾ അത്രയും എഫോർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ചാനൽ കൊണ്ടുപോകുന്നത് മുന്നോട്ട്. ഞാൻ ഏകദേശം 7 മാസത്തോളം വളരെ ഹാർഡായിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനൊരു ചാനൽ ഞാൻ എടുത്തതും ഇങ്ങനെ ഞാൻ ഈ ചാനൽ ഇവിടം വരെ എത്തിച്ചതും ഈ 1.5 ലക്ഷം ഫാമിലി നമുക്ക് ഉണ്ടായതും ഒരുപാട് എഫോർട്ട് ഞാൻ അനുഭവിച്ചതിന് ശേഷമാണ് എനിക്കുണ്ടായത്. കാരണം അത്രയും ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ചാനലൊന്ന് ഇവിടം വരെ എത്തിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ താഴ്ന്നു പോകുന്നുണ്ട്. ഇൻഷാല്ല എന്നെങ്കിലും ഒരു ദിവസം ഇനിയും ഉയർച്ചയിലെത്തും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഞാനുള്ളത്. ചാനൽ എന്തായാലും നിർത്താൻ പോകുന്നില്ല. ഞങ്ങളെ സ്നേഹിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി, അവർക്ക് കാണാനും വേണ്ടി, അവർക്ക് ഞങ്ങളോട് സംസാരിക്കാനും വേണ്ടിയുള്ള ഒരു അവസരമാണ് ഇവിടെ ഉള്ളത്.
അപ്പോൾ ഇൻഷാല്ലാ ഇന്ന് രാത്രി ഒരു 10 മണിക്ക് ഞാൻ ലൈവ് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ലൈവിൽ വരിക, ലൈവ് കണ്ട് നമുക്ക് സംസാരിക്കാം. നമുക്ക് നേരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്കും പറയാം, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാനും പറയാം. നമുക്ക് നേരിട്ട് സംസാരിക്കാം. അപ്പോൾ ഇതുപോലുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉള്ളവരൊക്കെ എന്നെ പേഴ്സണലായിട്ട് കോൺടാക്റ്റ് ചെയ്യുക, സംശയങ്ങൾ ചോദിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. എൻ്റെ നമ്പറൊക്കെ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഒരുപാട് സ്ഥലങ്ങളിൽ എൻ്റെ കോൺടാക്ട് നമ്പറിൽ ഉണ്ട്. ഒരുപാട് ആളുകൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് രാത്രി 10 മണിക്ക് ഞാനൊരു ലൈവ് വരണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇൻഷാല്ലാ വേറെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ, ആരോഗ്യം ആഫിയത്തൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ ലൈവിൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മുന്നോട്ട് ഞങ്ങളെ സഹായിക്കുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. പള്ളി ഇപ്പോൾ സമയമായി, ഏകദേശം ഇപ്പോൾ സമയത്തായിട്ടുണ്ടാവും 12:17. ബാങ്ക് കൊടുക്കുക 12:30ക്കാണ്. അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ പള്ളിയിലേക്ക് എത്തണം. അപ്പോൾ ഇൻഷാല്ലാ അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം വീണ്ടും. അതുവരേക്കും ഷോർട്ട് ബ്രേക്ക്. ബൈ ബൈ. അസ്സലാമു അലൈക്കും.